നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം ഇന്നത്തെ പ്രധാന വാർത്തകൾ. തൊടുപുഴ അർബൻ കോഓപ്പറേറ്റീവ് ബാങ്കിനെതിരെ രാഷ്ട്രീയ പ്രേരിതമായി നടക്കുന്ന ആക്ഷേപങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് ചെയർമാൻ വി മത്തായി, വൈസ് ചെയർമാൻ TK ശിവൻ നായർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വെള്ളിയാമറ്റം സെന്റ് ജോസഫ് ദേവാലയത്തിൽ നവതി ആഘോഷങ്ങളോടനുബന്ധിച്ച് വിശുദ്ധ യൗസപിതാവിന്റെ തിരുനാളും ഊട്ടുനേർച്ചയും മാർച്ച് 19 നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയിസ് ജോർജിന്റെ തിരഞ്ഞെടുപ്പ് വിജയത്തിനായി കഞ്ഞിക്കുഴി പഞ്ചായത്ത് LDF മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി. കൺവെൻഷൻ CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം റോമിയോ സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു. വേനൽ കടുത്തതോടെ ഇടുക്കി ജില്ലയിൽ തേനീച്ച കടന്നൽ ആക്രമണങ്ങൾ പതിവാകുന്നു. കഴിഞ്ഞ 2 മാസത്തിനിടയിൽ 34 പേർക്കാണ് തേനീച്ചയുടെ കുത്തേറ്റ് ചികിത്സ തേടേണ്ടി വന്നത്. വാഗമണ്ണിൽ നടക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ എയറോ സ്പോർട്സ് അഡ്വഞ്ചർ ഫെസ്റ്റിവലായ അന്താരാഷ്ട്ര പാരാഗ്ലൈഡിംഗ് ഫെസ്റ്റിവൽ നാളെ സമാപിക്കും. കാണികൾക്കും മത്സരാർത്ഥികൾക്കും കാഴ്ചയുടെ വിരുന്നാണ് ഫെസ്റ്റിവലിൽ പങ്കെടുക്കുന്നവർ ഒരുക്കിയിരിക്കുന്നത്. വാർത്തകൾ വിശദമായി. തൊടുപുഴ അർബൻ കോഓപ്പറേറ്റീവ് ബാങ്കിനെതിരെ രാഷ്ട്രീയ പ്രേരിതമായി നടക്കുന്ന ആക്ഷേപങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് ചെയർമാൻ വി മത്തായി, വൈസ് ചെയർമാൻ TK ശിവൻ നായർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ചില സ്ഥാപിത താൽപര്യക്കാർ വ്യാജ പ്രചാരണങ്ങളുമായി ബാങ്കിനെയും ബാങ്ക് ഭരണസമിതിയെയും അപകീർത്തിപ്പെടുത്തുവാൻ ശ്രമിക്കുന്നതായും ഇവർ പറഞ്ഞു. 100 വർഷം പഴക്കമുള്ള ഈ സ്ഥാപനത്തിന്റെ വളർച്ചയിൽ പങ്കുവഹിച്ച എല്ലാ സഹകാരികളോടും നന്ദി പറയുന്നതിനൊപ്പം സ്ഥാപനത്തെ തകർക്കാനുള്ള താൽപര്യക്കാരുടെ വ്യാജ പ്രചാരണങ്ങൾ തള്ളിക്കളയണമെന്നും ഇവർ അഭ്യർത്ഥിച്ചു. തൊടുപുഴ അർബൻ കോഓപ്പറേറ്റീവ് ബാങ്കിനെതിരെ രാഷ്ട്രീയ പ്രേരിതമായി നടക്കുന്ന ആക്ഷേപങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് ചെയർമാൻ വി മത്തായി, വൈസ് ചെയർമാൻ TK ശിവൻ നായർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. നോട്ട് നിരോധനം, കോവിഡ് മഹാമാരി, 2 പ്രളയങ്ങൾ, UDF ഭരണകാലത്ത് നടത്തിയ ലൈസൻസ് പിൻവലിക്കൽ എന്നിവ മൂലം സാമ്പത്തിക മേഖലയിൽ വന്ന മുരടിപ്പ് എന്നിവ മൂലം നിഷ്ക്രിയ ആസ്തി വർദ്ധിക്കാൻ കാരണമായി. കേരളത്തിലെ സഹകരണ മേഖലയ്ക്ക് പൊതുവെ ബാധിച്ച പ്രതിസന്ധി തൊടുപുഴ അർബൻ ബാങ്കിനുമുണ്ട്. ഇതിന്റെ ഭാഗമായി RBI ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. ഈ സാഹചര്യത്തിൽ ജീവനക്കാരും ഭരണസമിതിയും കൂട്ടായി റിക്കവറി നടപടിയിലൂടെയും സഹകാരികളെ നേരിൽ കണ്ട് സംസാരിച്ചതിലൂടെയും 85 കോടി രൂപയുടെ റിക്കവറി കഴിഞ്ഞ 15 മാസത്തിൽ നടത്തിയിട്ടുണ്ട്. ഇതിലൂടെ തൻവർഷം ബാങ്കിന്റെ 3.77 കോടി രൂപയാണ് നാളിതുവരെയുള്ള ബാങ്കിന്റെ പ്രവർത്തനത്തിൽ വന്നിട്ടുള്ള 10.56 കോടിയുടെ നഷ്ടം ഈ മാർച്ചിന് പൂർത്തിയാകുന്നതോടെ പരിഹരിക്കാനാകും. ഇത് മനസ്സിലാക്കിയാണ് ചില സ്ഥാപിത താൽപര്യക്കാർ വ്യാജ പ്രചരണങ്ങളുമായി ബാങ്കിനെയും ഭരണസമിതിയെയും അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്നത്. തൊടുപുഴ അർബൻ ബാങ്കിനെ സംബന്ധിച്ച് രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് ആദ്യമായി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ നോട്ട് നിരോധനം, കോവിഡ് മഹാമാരിയുടെ വരവ്, 2 മഹാപ്രളയങ്ങൾ, അതുപോലെ UDF ഗവൺമെൻറ് കാലത്ത് ബാർ ലൈസൻസ് പിൻവലിക്കുന്നതിന് വേണ്ടി നടത്തിയ നീക്കങ്ങൾ എന്നിവ മൂലം സാമ്പത്തിക രംഗത്ത് വലിയ പ്രതിസന്ധിയാണ് നാം നേരിട്ടുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. ഈ സാമ്പത്തിക പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ കേരളത്തിലെ സഹകരണ മേഖല പൊതുവിൽ പ്രതിസന്ധിയിലാണ്. ആ പ്രതിസന്ധി ഒരളവിൽ തൊടുപുഴ അർബൻ ബാങ്കിനെയും ബാധിച്ചിട്ടുണ്ട് എന്ന കാര്യം ഈ അവസരത്തിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുക. അതിൻ്റെ കൂടി ഫലമായി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ചില നിയന്ത്രണങ്ങൾ അർബൻ ബാങ്കിൻ്റെ മേൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഈ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ ബാങ്കിൻ്റെ ഭരണസമിതിയും ജീവനക്കാരും കൂട്ടായിട്ടുള്ള പരിശ്രമത്തിലൂടെ കുടിശ്ശിക മാറ്റുന്നതിനും സഹകാരികളെ കണ്ട് സംസാരിച്ച് പൈസ അടയ്ക്കുന്നത് അതിന് കഴിയാതെ വരുന്ന സാഹചര്യത്തിൽ റിക്കവറി നടപടികളിലൂടെ ബാങ്കിൻ്റെ കുടിശ്ശിക കുറച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള നല്ല പരിശ്രമം നടത്തിയിട്ടുണ്ട്.
ഈ പ്രവർത്തനങ്ങൾക്കിടയിലും സ്ഥലത്തിന്റെ വിലയിൽ വന്നിട്ടുള്ള ഇടിവും പൊതുവെയുള്ള സാമ്പത്തിക മാന്ദ്യവും നിയമക്കുരുക്കുകളും റിക്കവറി നടപടികൾ ആഗ്രഹിച്ച നിലയിൽ മുന്നോട്ടു പോകുന്നതിൽ തടസ്സമായിട്ടുണ്ട്. കടക്കണിയിൽപ്പെട്ട സഹകാരികളെ യാതൊരു വിധത്തിലും ദ്രോഹിക്കാതെ റിക്കവറി നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ബാങ്ക് ശ്രമിക്കുന്നത്. 2023 ബാങ്കിന്റെ ലാഭം 27 കോടിയാണ്. നിലവിൽ ബാങ്കിൽ 131 കോടി രൂപയുടെ നിക്ഷേപമാണ് ഉള്ളത്. എന്നാൽ 180 കോടി രൂപയോളം ബാലൻസ് ഉണ്ട്. 95 കോടി ഔട്ട്സ്റ്റാൻഡിംഗ് ലോണുണ്ട്. RBI നിഷ്കർഷിച്ച അറ്റനിഷ്ക്രിയ ആസ്തി 6% എത്തിക്കാൻ ബാങ്കിന് സാധിച്ചു. RBI നിഷ്കർഷിച്ച മൂലധന പര്യാപ്തത 9%. എന്നാൽ തൊടുപുഴ അർബൻ ബാങ്കിൽ 20%. RBI നിഷ്കർഷിച്ച കുറഞ്ഞ സഞ്ചിത മൂല്യം 1 ലക്ഷമാണ്. എന്നാൽ ബാങ്കിൽ ഇത് 18 കോടിയാണ്. ഇങ്ങനെ ഏത് രീതിയിൽ നോക്കിയാലും ബാങ്ക് സുരക്ഷിത നിലയിലാണെന്ന് വ്യക്തമാണ്. ബാങ്കിന് 50ഓളം ജീവനക്കാരും 10 ശാഖകളുമുണ്ട്. 8 ശാഖകൾ വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത്. വസ്തു ഈട് വായ്പ അടക്കമുള്ള വായ്പകളും നിർത്തിവെക്കുകയും വരുമാനം പൂർണ്ണമായും നിലയ്ക്കുകയും ചെയ്തിട്ടും മേൽപ്പറഞ്ഞ പുരോഗതി ബാങ്ക് കൈവരിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നിക്ഷേപകരുടെ 1 രൂപ പോലും നഷ്ടപ്പെട്ടില്ലെന്നും റിസർവ് ബാങ്ക് നിയന്ത്രണങ്ങൾ മാറുമ്പോൾ തിരികെ നൽകുമെന്നും ഉറപ്പു തരുന്നതാണ് VV മത്തായി പറഞ്ഞു. 100 വർഷം പഴക്കമുള്ള ഈ സ്ഥാപനത്തിന്റെ വളർച്ചയിൽ പങ്കുവഹിച്ച എല്ലാ സഹകാരികളോടും നന്ദി പറയുന്നതിനൊപ്പം സ്ഥാപനത്തെ തകർക്കാനുള്ള താൽപര്യക്കാരുടെ വ്യാജ പ്രചരണങ്ങൾ തള്ളിക്കളയണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ബോർഡ് ഓഫ് മാനേജ്മെന്റ് അംഗം രാജീവ് പുഷ്പാങ്കദൻ, ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ PP ജോയ്, ജയകൃഷ്ണൻ പുതിയടത്ത്, MN പുഷ്പലത, സഫിയ ബഷീർ, മാനേജിംഗ് ഡയറക്ടർ ജോസ് K പീറ്റർ, ജനറൽ മാനേജർ MN ബിന്ദു എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. വെള്ളിയാമറ്റം സെന്റ് ജോസഫ് ദേവാലയത്തിൽ നവതി ആഘോഷങ്ങളോടനുബന്ധിച്ച് വിശുദ്ധ യൗസപിതാവിന്റെ തിരുനാളും ഊട്ടുനേർച്ചയും മാർച്ച് 19 നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇതിനു മുന്നോടിയായി 18 വൈകിട്ട് പള്ളിമുറ്റത്ത് പന്തലൊരുക്കി നേർച്ച സദ്യ തയ്യാറാക്കും. 9 ദിവസം നീണ്ടു നിൽക്കുന്ന തിരുനാൾ ആഘോഷങ്ങൾക്ക് പള്ളിയിൽ തുടക്കമായി. പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ വെള്ളിയാമറ്റം സെന്റ് ജോസഫ് ദേവാലയത്തിൽ നവതി ആഘോഷങ്ങളോടനുബന്ധിച്ച് വിശുദ്ധ യൗസേപ്പിതാവിന്റെ തിരുനാളും ഊട്ടുനേർച്ചയും 19 നടത്തുമെന്ന് വികാരി ഫാദർ മാത്യു മഠത്തിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 9 ദിവസം നീണ്ടു നിൽക്കുന്ന തിരുനാൾ ആഘോഷങ്ങൾക്ക് പള്ളിയിൽ തുടക്കമായി. മാർച്ച് 19 വിശുദ്ധ യൗസേപ്പിതാവിന്റെ മരണ തിരുനാളാണ് ഈ പള്ളിയിലെ പ്രധാന തിരുനാൾ. തുടർന്ന് ഊട്ടുനേർച്ചയോടെ ആഘോഷങ്ങൾ സമാപിക്കും. നവതിയുടെ തെരുവിലാണ് ഈ വർഷത്തെ തിരുനാളും ഊട്ടുനേർച്ചയും ആഘോഷിക്കുന്നത് എന്ന കാര്യം ഏറ്റവും സന്തോഷത്തോടെ നിങ്ങളെ എല്ലാവരെയും അറിയിക്കുന്നു. ദൈവാലയത്തിൻ്റെ പ്രാരംഭ കാലഘട്ടത്തിൽ വിദേശ മിഷണറിമാരാണ് ആത്മീയമായ ശുശ്രൂഷകൾ നടത്തിയിരുന്നത്. മാർച്ച് 19 വിശുദ്ധ യൗസേപ്പിതാവിന്റെ മരണ തിരുനാളാണ് ഈ പള്ളിയിലെ പ്രധാന തിരുനാളായി ആഘോഷിക്കുന്നത്. മാർച്ച് 11 മുതൽ 19 വരെയാണ് തിരുനാൾ നടത്തുന്നത്. 19 ആയിരങ്ങൾ പങ്കെടുക്കുന്ന ചരിത്ര പ്രസിദ്ധമായ ഊട്ടുനേർച്ചയോട് കൂടിയാണ് തിരുനാൾ സമാപിക്കുന്നത്. ഉണ്ണിയേശുവിനെ കൈകളിലേന്തിയ വിശുദ്ധ യൗസേപ്പിതാവിന്റെ അത്ഭുത തിരുസ്വരൂപം വണങ്ങി പ്രാർത്ഥിക്കുവാൻ ജാതി മതഭേദമന്യേ അനേക ആയിരങ്ങൾ ദേവാലയത്തിൽ വരുന്നു. അതോടൊപ്പം ഉറങ്ങുന്ന യൗസേപ്പിതാവിന്റെ തിരുസ്വരൂപം പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന കേരളത്തിലെ അപൂർവം ദൈവാലയങ്ങളിൽ ഒന്നുകൂടിയാണ് ഈ ദൈവാലയം. ഈ തിരുസ്വരൂപം കാണുവാനും നിയോഗം നേടി സമർപ്പിക്കുവാനുമായി അനുദിനം നിരവധി വിശ്വാസികൾ കടന്നു വരുന്നത് ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. സ്പാനിഷ് മിഷണറിമാർ തുടക്കം കുറിച്ച ഈ പള്ളി ഇടുക്കി ജില്ലയിലെ യൗസേപ്പിതാവിന്റെ നാമധേയത്തിലുള്ള പ്രഥമ ദൈവാലയം കൂടിയാണ്. ബുധനാഴ്ചകളിൽ വൈകുന്നേരം നടത്തുന്ന നൊവേനയിലും മാസാദ്യ ബുധനാഴ്ചകളിൽ നടത്തപ്പെടുന്ന ആരാധനയിലും നൂറുകണക്കിന് ആളുകളാണ് പങ്കെടുക്കുന്നത്. ഊട്ടുതിരുനാളിന്റെ തലേ ദിവസം മാർച്ച് മാസം 18-ാം തീയതി വൈകിട്ട് പള്ളിമുറ്റത്ത് ഒരുക്കിയ പന്തലിൽ നേർച്ച സദ്യ ഒരുക്കുവാൻ സഹായിക്കുവാനായി അടുത്തു നിന്നും അകലെ നിന്നുമായി വിവിധ മതവിശ്വാസികളായ ആളുകൾ എത്തിച്ചേരുന്നത് ഒരു പ്രത്യേക ആത്മീയ അനുഭവമാണ്. ഓരോ വർഷവും ഊട്ടുനേർച്ച തിരുനാളിന് എത്തിച്ചേരുന്നവരുടെ എണ്ണത്തിൽ വലിയ വർധനവാണ് കണ്ടുവരുന്നത്. ഈ വർഷത്തെ തിരുനാളിൻ്റെയും ഊട്ടുനേർച്ചയുടെയും ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിരിക്കുകയാണ്. ഈ നേർസാക്ഷ്യങ്ങളെ കൂടി വരവിലേക്ക് യൗസേപ്പിതാവിന്റെ തീർത്ഥഭൂമിയിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഒത്തിരി സന്തോഷത്തോടു കൂടി നിങ്ങൾ പള്ളിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ജാതി മതഭേദമന്യേ എല്ലാ വിശ്വാസികളും എത്തിച്ചേരുന്ന ഈ ദേവാലയം ഉറങ്ങുന്ന യൗസേപ്പിതാവിന്റെ തിരുസ്വരൂപം പ്രതിഷ്ഠിച്ചിരിക്കുന്ന കേരളത്തിലെ ഏക പള്ളിയാണ്. ഈ വർഷത്തെ ഊട്ടുനേർച്ചകളുടെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി. ഇതിനു മുന്നോടിയായി മാർച്ച് 18 പള്ളിമുറ്റത്ത് പന്തലൊരുക്കി നേർച്ച സദ്യ തയ്യാറാക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പള്ളി വികാരി ഫാദർ മാത്യു മഠത്തിൽ,
ഇടവക സെക്രട്ടറി ജോബി ജോസഫ്, ജനറൽ കൺവീനർ ഷൈജു KP, പബ്ലിസിറ്റി കൺവീനർ ഷാജി മുതുകുളം തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. മാങ്കുളത്തെ വന്യജീവി ശല്യം നിയന്ത്രിക്കുക, മാങ്കുളം DFOക്കെതിരെ നടപടിയെടുക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുള്ള മാങ്കുളം ജനകീയ സമരസമിതിയുടെ സമരം തുടരുന്നു. വിരിപ്പാറയിലെ DFO ഓഫീസിന് മുന്നിൽ നടക്കുന്ന റിലേ സത്യാഗ്രഹ സമരം ഇന്ന് 9ാം ദിവസം പിന്നിട്ടു. പ്രശ്നപരിഹാരം കാണും വരെ തുടർ സമരങ്ങളുമായി മുന്നോട്ടു പോകുവാനാണ് സമരസമിതിയുടെ തീരുമാനം. മാങ്കുളത്ത് വനംവകുപ്പ് നടത്തുന്ന കടന്നുകയറ്റം അവസാനിപ്പിക്കുക, മാങ്കുളത്തെ ഭൂമി പ്രശ്നങ്ങൾ പരിഹരിക്കുക, മലയോര ഹൈവേയുടെ അലൈൻമെന്റ് മാറ്റിയ നടപടി പുനഃപരിശോധിക്കുക, രാജപാത തുറക്കുക, മാങ്കുളം DFOയെ സ്ഥലം മാറ്റുക തുടങ്ങി വിവിധ ആവശ്യങ്ങളാണ് വിരിപ്പാറയിലെ DFO ഓഫീസിന് മുമ്പിൽ നടക്കുന്ന റിലേ സത്യാഗ്രഹ സമരത്തിലൂടെ മാങ്കുളം ജനകീയ സമരസമിതി മുമ്പോട്ട് വയ്ക്കുന്നത്. റിലേ സത്യാഗ്രഹ സമരം ഇന്ന് 9ാം ദിവസം പിന്നിട്ടു. മാങ്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെയും ബ്ലോക്ക് പഞ്ചായത്ത് അംഗത്തിന്റെയും ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളുടെയും നേതൃത്വത്തിലായിരുന്നു ആദ്യ ദിനം സത്യാഗ്രഹ സമരം ആരംഭിച്ചത്. നിലവിൽ ഓരോ വാർഡ് മെമ്പർമാരുടെയും നേതൃത്വത്തിൽ ബഹുജന പങ്കാളിത്തത്തോടെയാണ് സമരം തുടരുന്നത്. ഇന്ന് പഞ്ചായത്തിലെ 8ാം വാർഡായ പാമ്പുംകയം മേഖലയിൽ നിന്നുള്ള ആളുകളായിരുന്നു സമരത്തിൽ പങ്കെടുത്തത്. മാങ്കുളം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് PD ജോയ് സമരം ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിബിൻ ജോസഫ് അധ്യക്ഷത വഹിച്ചു. അതിജീവന പോരാട്ടവേദി ചെയർമാൻ റസാഖ് ചൂരവേലിൽ, കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ വൈസ് പ്രസിഡന്റ് പ്രൊഫസർ ജോസുകുട്ടി J ഒഴുകിയിൽ തുടങ്ങിയവർ സമരത്തിന് ഐക്യദാർഢ്യം അർപ്പിച്ച് സംസാരിച്ചു. ഈ 10 ഏക്കറുള്ള കാട്ടിലേക്ക് എന്ത് ചെയ്യും? കുരങ്ങിനെയും കാട്ടുപന്നിയെയും അതുപോലെ മറ്റു ജീവികളെയും കൊണ്ടുവിടും. അത് നിങ്ങൾ 20 ഏക്കറിനകത്തേക്ക് അത് സ്വാഭാവികമായിട്ട് പുറത്തിയാടും. നമ്മൾ ഈ അടുത്തിടെ കണ്ട് നിങ്ങൾ പത്രങ്ങളിലൊക്കെ വായിച്ചു കാണും. നമ്മൾ കണ്ട ഒരു വിവരമാണ്, നമ്മുടെ മുണ്ടക്കയത്തിനപ്പുറത്തുള്ള ആ പ്രദേശത്തേക്ക് ശബരിമലയിൽ നിന്ന് പിടികൂടിയ 2 ലോറി കാട്ടുപന്നികളെ കൊണ്ടുവിട്ടു രാത്രിക്ക്. അത് അവർ സമ്മതിക്കലായിരുന്നു. പക്ഷേ ആൾക്കാരെ അതിന് വീഡിയോ എടുത്തു, കാട്ടുപന്നികളെ തുറന്നു വിടുന്നതിന്റെ. അപ്പൊ വീഡിയോ എടുത്തു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാകുന്നത് ഇതാ ഇവിടേക്ക് കാട്ടുപന്നികളെ തുറന്നു വിട്ടിരിക്കുന്നു. അപ്പൊ ജനവാസ മേഖലകളിലേക്ക് വന്യമൃഗങ്ങളെ കൊണ്ടുവന്ന് വിടുക, അങ്ങനെ കൊണ്ടുവന്ന് വിടുന്നതിന് വേണ്ടിയിട്ടുള്ള വഴിയൊരുക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെയും ഇവിടെയൊക്കെ 8 ഏക്കറും 10 ഏക്കറും 50 ഏക്കറും ഒക്കെ ഉള്ള ചെറിയ കാടുകൾ ജനവാസ മേഖലയ്ക്കകത്ത് കൊണ്ടുവരിക. അങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ആ പേര് പറഞ്ഞുകൊണ്ട് അതിന് ചുറ്റുമുള്ള മുഴുവൻ പ്രദേശത്തെ കൃഷിഭൂമികൾ നശിപ്പിക്കാനായിട്ട് സാധിക്കും. മാങ്കുളം ജനകീയ സമരസമിതി കൺവീനർ ഫാദർ മാത്യു കരോട്ട് കൊച്ചിറക്കൽ, ജനകീയ സമരസമിതി ഭാരവാഹികൾ, ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവരും 9ാം ദിവസത്തെ സമരത്തിൽ സംബന്ധിച്ചു. വ്യാപാരി സംഘടനകളും വിവിധ കർഷക സംഘടനകളും മറ്റ് ഇതര സംഘടനകളും തുടർ സമരത്തിന്റെ ഭാഗമാകുന്നുണ്ട്. സമരത്തിന് മികച്ച ബഹുജന പങ്കാളിത്തമാണ് ലഭിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, മാങ്കുളം. LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയിസ് ജോർജിന്റെ തിരഞ്ഞെടുപ്പ് വിജയത്തിനായി കഞ്ഞിക്കുഴി പഞ്ചായത്ത് LDF മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി. കഞ്ഞിക്കുഴി അപ്പോസ് ഹാളിൽ നടന്ന തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം റോമിയോ സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി പാർലമെന്റ് LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയിസ് ജോർജിന്റെ വിജയത്തിനായി LDF കഞ്ഞിക്കുഴി മേഖലാ തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടന്നു. കഞ്ഞിക്കുഴി അപ്പോസ് ഹാളിൽ നടന്ന കൺവെൻഷനിൽ കേരള കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സേവ്യർ തോമസ് അധ്യക്ഷത വഹിച്ചു. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം റോമിയോ സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു. ഒരിക്കൽ കൂടി BJP സർക്കാർ അധികാരത്തിൽ വന്നാൽ മതേതര ജനാധിപത്യ രാഷ്ട്രമായ ഇന്ത്യ ഒരു മത അധിഷ്ഠിത രാഷ്ട്രമായി മാറുമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ റോമിയോ സെബാസ്റ്റ്യൻ പറഞ്ഞു. ഒരു ജനാധിപത്യ മതേതര ഭരണഘടന ഈ രാജ്യത്ത് നിലനിൽക്കണമോ വേണ്ടയോ? ഇതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ മുഖ്യമായിട്ടുള്ള ചോദ്യം. രാജ്യസഭയിലൂടെ ഭൂരിപക്ഷം കിട്ടിയാൽ മതേതരത്വം എന്ന വാക്ക് ഭരണഘടനയിൽ നിന്ന് മാറ്റും. ഇത് BJPയുടെ നേതാക്കന്മാർ മാറി മാറി പ്രസ്താവന നടത്തിക്കൊണ്ടിരിക്കും. എന്ന് വെച്ചാൽ അതിനർത്ഥം ഒരിക്കൽ കൂടി BJP അധികാരത്തിൽ വന്നാൽ ഇന്ത്യയെ ഒരു മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കിൽ നിന്ന് മാറ്റി ഒരു മതാധിഷ്ഠിത രാജ്യമാക്കി ഈ രാജ്യത്തെ മാറ്റുന്നതാണ്. ജോയിസ് ജോർജിന്റെ തിരഞ്ഞെടുപ്പ് വിജയത്തിനായി കഞ്ഞിക്കുഴി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 41 അംഗ കമ്മിറ്റിയും രൂപീകരിച്ചു. പരിപാടിക്ക് അഭിവാദ്യം അർപ്പിച്ച് LDF നേതാക്കളായ ജോസ് കടവിൽ, PB സബീഷ്, ഗിരീഷ് ആറുകണ്ടം, ബൈജു ജോസ്, എബിൻ ജോസഫ്, ജോഷി മാത്യു, ശശി കന്യാലി, ബേബി ഐക്കര, പ്രദീപ് MM, പുഷ്പ ഗോപി എന്നിവർ സംസാരിച്ചു. നിരവധി LDF പ്രവർത്തകരും പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പഴയരിക്കണ്ടം. വേനൽ കടുത്തതോടെ ഇടുക്കി ജില്ലയിൽ തേനീച്ച കടന്നൽ ആക്രമണങ്ങൾ പതിവാകുന്നു. കഴിഞ്ഞ 2 മാസത്തിനിടയിൽ 34 പേർക്കാണ് തേനീച്ചയുടെ കുത്തേറ്റ് ചികിത്സ തേടേണ്ടി വന്നത്. തേനീച്ച ആക്രമണത്തിൽ 2 പേരുടെ ജീവൻ നഷ്ടമാവുകയും ചെയ്തു. തേനീച്ച ആക്രമണങ്ങളിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ഇടുക്കി മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണ കോർഡിനേഷൻ കമ്മിറ്റി മുന്നറിയിപ്പ് നൽകി.
ഈ വർഷം ആദ്യം തേനീച്ച ആക്രമണം റിപ്പോർട്ട് ചെയ്ത നെടുങ്കണ്ടം കല്ലാറിലാണ്. ജനുവരി 21 ഇവിടെ 4 പേർക്ക് പെരുന്തേനീച്ചയുടെ കുത്തേറ്റു. ഫെബ്രുവരി 12 മാവടിയിൽ 3 പേർക്ക് കടന്നൽ കുത്തേറ്റു. ഫെബ്രുവരി 16 നല്ലതണ്ണി കുറുമല ഡിവിഷനിൽ സ്ത്രീകളടക്കമുള്ള 25 പേർക്കാണ് കുത്തേറ്റത്. ഇതേ ദിവസം രാമേന്ദ്രൻ എന്ന വയോധികൻ കടന്നൽ കുത്തേറ്റ് മരിച്ചു. ഏറ്റവും ഒടുവിലാണ് വീട്ടുമുറ്റത്ത് ഇരിക്കുകയായിരുന്ന വയോധിക തേനീച്ചയുടെ ആക്രമണത്തിൽ മരണപ്പെട്ടത്. നെടുങ്കണ്ടം 50 ഏക്കർ സ്വദേശിനി തുളസിയാണ് തേനീച്ച ആക്രമണത്തിൽ ചികിത്സയിലിരിക്കെ മരിച്ചത്. വേനൽ കടുക്കുന്നതോടെ പെരുന്തേനീച്ചയുടെ ആക്രമണം പതിവാണ്. കാട്ടിൽ ചൂട് കൂടുമ്പോൾ നാട്ടിലേക്ക് ഇവ കൂട്ടമായി എത്തും. ഇവയുടെ കൂട്ടിൽ പക്ഷികളും മറ്റും കൊത്തുമ്പോഴാണ് ഇവ ആക്രമണം അടിച്ചുവിടുന്നത്. തേനെടുക്കുവാനും മറ്റും അശാസ്ത്രീയ മാർഗങ്ങൾ സ്വീകരിക്കുന്നതും അപകടത്തിന് കാരണമാകുന്നുണ്ട്. ചിലപ്പോൾ ചില വീടുകളുടെ ടെറസിൻ്റെ താഴെയായിരിക്കാം, അവരുടെ മരത്തിലായിരിക്കാം. അവിടെ എല്ലാം ചെന്നിട്ട് തേനെടുക്കാൻ വരുന്നവർ തേൻ മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. മറ്റുള്ളവർക്ക് ഇത് ഉപദ്രവമാവോ എന്ന് അവർ ചിന്തിക്കുന്നില്ല. അപ്പോൾ അതിനുള്ള ഒരു നടപടി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ഈ കാര്യത്തിൽ ശ്രദ്ധിച്ചുകൊണ്ട് ഈ ജനവാസ മേഖലയിരിക്കുന്ന തേനെടുക്കാൻ ആളുകളെ കൊണ്ട് സമ്മതിപ്പിക്കരുത്. അങ്ങനെയുള്ള ഇത് ശ്രദ്ധിച്ചാൽ തന്നെ ഈ സമയത്തുള്ള ഈ തേനീച്ചയുടെയും കടന്നലിൻ്റെയും ആക്രമണം നിയന്ത്രിക്കാൻ സാധിക്കും. അതേസമയം തേനീച്ച ആക്രമണത്തിൽ മരണപ്പെടുന്നവർക്കുള്ള നഷ്ടപരിഹാര തുക നൽകുവാൻ വനം വകുപ്പ് തയ്യാറാകുന്നില്ലെന്ന ആക്ഷേപവും നിലനിൽക്കുകയാണ്. തേനീച്ചയുടെയോ കടന്നലിന്റെയോ ആക്രമണമുണ്ടായി മരണപ്പെട്ടാൽ 10 ലക്ഷം രൂപ വരെയാണ് നഷ്ടപരിഹാരമായി നൽകുന്നത്. ഇതും കൃത്യമായി നൽകുന്നില്ലെന്നാണ് ആക്ഷേപം. ന്യൂസ് ബ്യൂറോ, രാജകുമാരി. വാഗമണ്ണിലെ അന്താരാഷ്ട്ര പാരാഗ്ലൈഡിംഗ് ഫെസ്റ്റിവൽ കാഴ്ചകൾ. വാഗമണ്ണിൽ നടക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ എയ്റോ സ്പോർട്സ് അഡ്വഞ്ചർ ഫെസ്റ്റിവലായ അന്താരാഷ്ട്ര പാരാഗ്ലൈഡിംഗ് ഫെസ്റ്റിവൽ നാളെ സമാപിക്കും. കാണികൾക്കും മത്സരാർത്ഥികൾക്കും കാഴ്ചയുടെ വിരുന്നാണ് ഫെസ്റ്റിവൽ പങ്കെടുക്കുന്നവർ ഒരുക്കിയിരിക്കുന്നത്. വിനോദസഞ്ചാര വകുപ്പിന് കീഴിലുള്ള കേരള അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റിയും ഇടുക്കി ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലും സംയുക്തമായി പാരാഗ്ലൈഡിംഗ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ സാങ്കേതിക പിന്തുണയോടുകൂടിയാണ് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചത്. അന്തർദേശീയ ദേശീയ തലത്തിലുള്ള 100-ലധികം പ്രശസ്ത ഗ്ലൈഡർമാർ ഫെസ്റ്റിവലിൽ പങ്കെടുക്കുന്നുണ്ട്. 15-ലധികം രാജ്യങ്ങൾ ഈ സീസണിൽ വാഗമണിൽ എത്തിയിട്ടുണ്ടെന്ന് സംഘാടകർ പറഞ്ഞു. ഇതിനു പുറമെ ലോകപ്രശസ്ത റെക്കോർഡർമാരും അന്താരാഷ്ട്ര ചാമ്പ്യന്മാരും പരിപാടിയിൽ പങ്കാളികളാകുന്നുണ്ട്. അമേരിക്ക, നേപ്പാൾ, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ, ബ്രിട്ടൻ തുടങ്ങിയ രാജ്യങ്ങളും ഡൽഹി, ഗോവ, മഹാരാഷ്ട്ര, ഹിമാചൽ പ്രദേശ്, കർണാടക, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരും ഫെസ്റ്റിവലിൽ പങ്കെടുക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, വാഗമൺ. ഉൽപാദനം കുത്തനെ ഇടിഞ്ഞതോടെ ഗുണമേന്മയേറിയ ഹൈറേഞ്ച് ഗ്രാമ്പൂവിന്റെ വില വർദ്ധിച്ചു. കഴിഞ്ഞ വർഷം 800-ന് മുകളിൽ വില ലഭിച്ചിരുന്ന ഗ്രാമ്പൂവിന് ഇപ്പോൾ 1000-നടുത്ത് വരെ വില ലഭിക്കുന്നുണ്ട്. മുമ്പ് ഗ്രാമ്പൂവിന്റെ വില ഇടിഞ്ഞ് 450-നടുത്ത് വരെ എത്തിയിരുന്നു. ഉൽപാദനം ഇടിഞ്ഞതോടെ ഹൈറേഞ്ച് ഗ്രാമ്പൂവിന്റെ വില വർദ്ധിക്കുകയാണ്. കഴിഞ്ഞ വർഷം 800-ന് മുകളിൽ വില ലഭിച്ചിരുന്ന ഗ്രാമ്പൂവിന് ഇപ്പോൾ 1000-നടുത്ത് വരെ വില ലഭിക്കുന്നുണ്ട്. മുമ്പ് ഗ്രാമ്പൂവിന്റെ വില ഇടിഞ്ഞ് 450-നടുത്ത് വരെ എത്തിയിരുന്നു. ഇതേ തുടർന്ന് കർഷകർ പലരും ഗ്രാമ്പൂ കൃഷി ഉപേക്ഷിക്കുകയും ഗ്രാമ്പൂ മരങ്ങൾ മുറിച്ചു മാറ്റുകയും ചെയ്തു. വിലയിടിവിന്റെ കാലത്ത് ഗ്രാമ്പൂവിന്റെ വിളവെടുപ്പ് കൂലി താങ്ങാനാവാതെ വന്നതായിരുന്നു പല കർഷകരെയും കൃഷിയിൽ നിന്നും പിന്തിരിപ്പിച്ചത്. ഇതിനെ തുടർന്ന് ഗ്രാമ്പൂവിന്റെ ഉൽപാദനം കുറഞ്ഞതോടെയാണ് ഇപ്പോൾ വിലയിൽ വർധനവുണ്ടായിട്ടുള്ളത്. എന്നാൽ ഉയർന്ന വില ലഭിക്കുമ്പോൾ വിൽപ്പനയ്ക്ക് എത്തിക്കുവാൻ ഉൽപ്പന്നമില്ലാത്തത് കർഷകർക്ക് നിരാശ നൽകുന്നുണ്ട്. കമ്പോളത്തിലെത്തുന്ന ഗ്രാമ്പൂവിന്റെ അളവിലും വലിയ കുറവുള്ളതായി വ്യാപാരികൾ പറയുന്നു. സംസ്കരിച്ച ഗ്രാമ്പൂവിന് നിറം കുറഞ്ഞാലോ ഒടിഞ്ഞാലോ വില കുത്തനെ ഇടിയും. ഹൈറേഞ്ചിലെ കാലാവസ്ഥയിൽ സംസ്കരിക്കുമ്പോൾ നിറം കുറയുന്നതിനാൽ ഗ്രാമ്പൂവിന് വില ലഭിക്കാത്ത സാഹചര്യവും കർഷകരെ കൃഷിയിൽ നിന്ന് അകറ്റാൻ കാരണമായിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. സെർവർ തകരാറിനെ തുടർന്ന് സംസ്ഥാനത്ത് റേഷൻ കാർഡ് ആധാറുമായി ബന്ധിപ്പിക്കുന്ന മസ്റ്ററിംഗ് മുടങ്ങി. ബയോമെട്രിക് ഒതന്റിഫിക്കേഷൻ നടക്കാത്തതിലാണ് മസ്റ്ററിംഗ് തടസ്സം നേരിട്ടത്. മസ്റ്ററിംഗിനായി എത്തിയ വയോധികർ ഉൾപ്പെടെ വലഞ്ഞു. നിലവിലെ സെർവർ മാറ്റാതെ പ്രശ്നം പരിഹരിക്കാനാവില്ലെന്ന് റേഷൻ വ്യാപാരികൾ അറിയിച്ചു. മാർച്ച് 15, 16, 17 തീയതികളിലാണ് സംസ്ഥാനത്ത് BPL കാർഡ് ഉടമകൾക്ക് ആധാർ മസ്റ്ററിംഗ് നടത്തുന്നത്. ഇതറിഞ്ഞ നിരവധി റേഷൻ ഗുണഭോക്താക്കളാണ് റേഷൻ കടകളിൽ എത്തിയത്. എന്നാൽ സെർവർ തകരാറിലായതിനെ തുടർന്ന് മസ്റ്ററിംഗിനായി എത്തിയ റേഷൻ ഗുണഭോക്താക്കൾ വലഞ്ഞു. വയോധികർ ഉൾപ്പെടെ നിരവധി പേർ എത്തിയെങ്കിലും മസ്റ്ററിംഗ് നടത്താതെ മടങ്ങുകയായിരുന്നു. ഇതിനെതിരെ ചില റേഷൻ ഗുണഭോക്താക്കൾ പ്രതിഷേധവുമായി രംഗത്തെത്തി. ഇതുവരെ ഒന്നും ആയിട്ടില്ല. ഞാൻ സുഖമില്ലാത്ത ആളാണ്. ഞാൻ വീട്ടിൽ നിന്ന് പോലും വരാനില്ല. ഇടയ്ക്കിടയ്ക്ക് അവരുടെ ആവശ്യം ഉണ്ടാകണം വന്നതാണ്. എനിക്ക് ആരുമില്ല സഹായത്തിന്. അങ്ങനെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിയിരിക്കുന്ന ഒരാളാണ്. കേന്ദ്ര സർക്കാർ നിർദ്ദേശപ്രകാരം AY മഞ്ഞ, PHH പിങ്ക്,
റേഷൻ കാർഡ് അംഗങ്ങളുടെ EKYC മസ്റ്ററിംഗ് 2024 മാർച്ച് 15, 16, 17 തീയതികളിൽ നടത്തുവാനായിരുന്നു തീരുമാനം. എന്നാൽ സെർവർ തകരാറിലായതോടെ ജനങ്ങൾ വലഞ്ഞു. നിലവിലെ സെർവർ മാറ്റാതെ പ്രശ്നം പരിഹരിക്കാനാവില്ലെന്ന് റേഷൻ വ്യാപാരികൾ പറയുന്നു. സർക്കാർ തലത്തിൽ ഇന്ന് സംസ്ഥാന ഉടനീളം ഈ BPL കാർഡുകൾക്ക് മസ്റ്ററിംഗ് തീരുമാനിച്ചിരുന്നു 15, 16, 17 തീയതികളിലാണ്. എന്നാൽ രാവിലെ മുതൽ ഞങ്ങളെല്ലാ റേഷൻ കടക്കാരും കട തുറന്ന് നിൽക്കുമ്പോൾ തന്നെ ഇവിടെ ക്യൂ ആയിരുന്നു. ഒരാളുടെ പോലും മസ്റ്ററിംഗ് ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടില്ല. അതുപോലെ സംസ്ഥാന തലത്തിൽ ഉണ്ടാകുന്ന സെർവറിൻ്റെ ഒരു കംപ്ലൈൻറ്റാണ് സർക്കാർ പറയുന്നത്. അത് ഉടൻ പരിഹരിച്ച് ആളുകളുടെ ബുദ്ധിമുട്ട് ഒഴിവാക്കി മസ്റ്ററിംഗ് നടത്തുന്നതിനുള്ള സൗകര്യം ചെയ്തു തരണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഈ മസ്റ്ററിംഗ് ഇങ്ങനെ ആളുകൾ വന്ന് കാത്തു നിൽക്കുമ്പോൾ റേഷൻ കടക്കാരുമായിട്ടും വളരെ വിഷയം ഉണ്ടാകുന്നതിന് സാധ്യതകളുണ്ട്. അതുകൊണ്ട് ഇതെല്ലാം ഒഴിവാക്കുന്നതിന് വേണ്ട സംസ്ഥാന തലത്തിൽ നടപടി സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. എല്ലാ മുൻഗണനാ കാർഡ് ഉടമകളും റേഷൻ കാർഡും ആധാർ കാർഡുമായാണ് മസ്റ്ററിങ്ങിന് എത്തേണ്ടത്. അതേസമയം ആധാർ മസ്റ്ററിങ്ങിനെ തുടർന്ന് സംസ്ഥാനത്ത് ഇന്നു മുതൽ 3 ദിവസം റേഷൻ വിതരണം ഉണ്ടാകില്ലെന്ന് അധികൃതർ അറിയിച്ചു. ഇന്നു മുതൽ ഞായർ വരെയാണ് വിതരണം ഇല്ലാത്തത്. എന്നാൽ റേഷൻ കാർഡ് ആധാറുമായി ബന്ധിപ്പിക്കുന്ന മസ്റ്ററിംഗ് താൽക്കാലികമായി നിർത്തിവെക്കുമെന്ന് ഭക്ഷ്യവകുപ്പ് മന്ത്രി GR അനിൽ പറഞ്ഞു. സംസ്ഥാനത്തെ പല റേഷൻ കടകളിലായി നൂറുകണക്കിന് ആളുകളാണ് മസ്റ്ററിംഗ് നടത്തുന്നതിനായി എത്തിക്കൊണ്ടിരിക്കുന്നത്. റേഷൻ കാർഡ് ആധാറുമായി ബന്ധിപ്പിക്കുന്ന മസ്റ്ററിംഗ് ഇന്ന് രാവിലെ മുതൽ മുടങ്ങിയിരുന്നു. ഇതോടെയാണ് ജനങ്ങൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. SLവരാജ്, ന്യൂസ് ബ്യൂറോ, അടിമാലി. നേര്യമംഗലം വനമേഖലയിലടക്കം ദേശീയപാതയോരത്ത് മാലിന്യം കുമിഞ്ഞുകൂടുന്നു. സഞ്ചാരികളായി എത്തുന്നവർ ഭക്ഷണം കഴിച്ചതിന് ശേഷം മാലിന്യം നിക്ഷേപിച്ചു പോകുന്നതാണ് പ്രശ്നത്തിന് കാരണം. ഇത്തരക്കാരെ കണ്ടെത്തി മുൻകാലങ്ങളിലേതുപോലെ നിയമ നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം. ദേശീയപാതയിലൂടെ മൂന്നാറിലേക്ക് ദിവസവും 100 കണക്കിന് സഞ്ചാരികളാണ് എത്തുന്നത്. ഇത്തരത്തിൽ വിനോദസഞ്ചാരികളായി എത്തുന്നവരിൽ ചിലർ പാതയോരത്ത് മാലിന്യം നിക്ഷേപിച്ചു പോകുന്നതായാണ് പ്രതിസന്ധി ഉയർത്തുന്നത്. യാത്രാമധ്യേ കഴിക്കാൻ സംഘമായി എത്തുന്ന സഞ്ചാരികൾ പലപ്പോഴും കൈവശം ഭക്ഷണം കരുതാറുണ്ട്. വാഹനം പാർക്ക് ചെയ്യാൻ കഴിയുന്ന ആളൊഴിഞ്ഞ ഇടങ്ങളിൽ ഭക്ഷണം കഴിച്ച ശേഷം മാലിന്യം അവിടെ തന്നെ നിക്ഷേപിച്ചു പോകുന്ന പ്രവണത വർദ്ധിച്ചിട്ടുണ്ട്. ഇതാണ് നേര്യമംഗലം വനമേഖലയിലടക്കം പലയിടത്തും മാലിന്യം കുമിയാൻ ഇടവരുത്തിയിട്ടുള്ളത്. മുൻകാലങ്ങളിൽ ഇത്തരം പ്രവണത വർദ്ധിച്ച് മാലിന്യ പ്രശ്നം രൂപം കൊണ്ടതോടെ ഗ്രാമപഞ്ചായത്ത് കർശന നടപടിയുമായി രംഗത്ത് വന്നിരുന്നു. നവമാധ്യമങ്ങൾ ഉൾപ്പെടെ പ്രയോജനപ്പെടുത്തി മാലിന്യം നിക്ഷേപിക്കുന്നവരെ കണ്ടെത്തി പിഴ ഈടാക്കി തുടങ്ങിയതോടെ മാലിന്യ നിക്ഷേപം വലിയ തോതിൽ കുറഞ്ഞിരുന്നു. ഇടവേളയ്ക്ക് ശേഷമാണിപ്പോൾ ദേശീയപാതയോരത്ത് വീണ്ടും മാലിന്യ നിക്ഷേപം തകൃതിയായിട്ടുള്ളത്. മാലിന്യ നിക്ഷേപത്തിനെതിരെ പ്രചാരണം നടത്തുകയും മാലിന്യം നിക്ഷേപിക്കുന്നവരെ കണ്ടെത്തി മുൻകാലങ്ങളിലേതുപോലെ നിയമ നടപടികൾ സ്വീകരിക്കുകയും വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, നേര്യമംഗലം. വണ്ടിപ്പെരിയാർ മത്തായിമട്ട പുതുവലിൽ രാത്രിയുടെ മറവിൽ യുവാവിനെ വീട്ടിൽ കയറി ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിലെ 2 പ്രതികളെ വണ്ടിപ്പെരിയാർ പോലീസ് അറസ്റ്റ് ചെയ്തു. മഞ്ചുമല ലോവർ ഡിവിഷനിൽ രാംകുമാർ, മഞ്ചുമല പഴയകാട് പ്രവീൺ എന്നിവരെയാണ് വണ്ടിപ്പെരിയാർ പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു വണ്ടിപ്പെരിയാർ മത്തായിമൊട്ട പുതുവലിൽ താമസിക്കുന്ന രാജശേഖരനെ ഒരു സംഘം ആളുകൾ രാത്രിയിൽ വീട്ടിൽ കയറി ആക്രമിച്ച് പരിക്കേൽപ്പിച്ചത്. സംഘം കമ്പിവടിയും ബിയർ കുപ്പിയും ഉപയോഗിച്ച് ആക്രമിച്ച രാജശേഖരനെ ഗുരുതര പരിക്കുകളോടെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. തുടർന്ന് സംഭവത്തിൽ വണ്ടിപ്പെരിയാർ പോലീസ് കേസെടുത്ത് നടത്തിയ അന്വേഷണത്തിൽ രാജശേഖരനെ ആക്രമിച്ച കേസിൽ 4 പേർ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് കണ്ടെത്തുകയും ഇവർക്കായി നടത്തിയ അന്വേഷണത്തിലാണ് 2 പ്രതികളെ ഇന്ന് അറസ്റ്റ് ചെയ്തതും. വണ്ടിപ്പെരിയാർ മഞ്ചുമല ലോവർ ഡിവിഷനിൽ രാംകുമാർ, മഞ്ചുമല പഴയകാട് സ്വദേശി പ്രവീൺ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കേസിൽ ഉൾപ്പെട്ട മറ്റ് 2 പേർക്കായി അന്വേഷണം നടന്നുവരുന്നതായും വണ്ടിപ്പെരിയാർ SHO K ഹേമന്ത് കുമാർ അറിയിച്ചു. അറസ്റ്റ് ചെയ്ത 2 പ്രതികളെ പീരുമേട് മജിസ്ട്രേറ്റിന് മുൻപിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ. ന്യൂമാൻ കോളേജ് കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റ് ഡയമണ്ട് ജൂബിലി ആഘോഷിച്ചു. ജൂബിലി ബാച്ചിനെ ആദരിക്കൽ, പൂർവ്വ അധ്യാപകർക്കായുള്ള ഗുരുവന്ദനം, മെരിറ്റ് ഡേ, കൊമേഴ്സ് ഈവനിംഗ്, കൊമേഴ്സ് ഫെസ്റ്റ് എന്നിങ്ങനെ വിപുലമായ പരിപാടികളാണ് ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ചത്. മെരിറ്റ് ഡേ ഉദ്ഘാടനം കോളേജ് മാനേജർ മോൺസിഞ്ഞർ ഡോക്ടർ പയസ് മലേക്കണ്ടത്തിൽ നിർവഹിച്ചു. നവീകരിച്ച കൊമേഴ്സ് ബ്ലോക്കിന്റെയും സ്മാർട്ട് ക്ലാസ് റൂമുകളുടെയും കൂദാശ കർമ്മം കോളേജ് ബസാർ ഫാദർ ബെൻസൺ എൻ ആന്റണി നിർവഹിച്ചു. പ്രിൻസിപ്പൽ ഡോക്ടർ ബിജിമോൾ തോമസ് ഉൾപ്പെടെ നിരവധി പേർ സന്നിഹിതരായിരുന്നു. ഉപരിപഠന കലാമേഖലകളിൽ വിജയിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു.
ന്യൂമാൻ കോളേജിൽ 1964 ആരംഭിച്ച കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിൽ 1980 ബിരുദ കോഴ്സും 1995 ബിരുദാനന്തര കോഴ്സും ആരംഭിച്ചു. ഇന്ന് വിവിധ പ്രൊഫഷണൽ ആൻഡ് ഓൺ കോഴ്സുകളുള്ള ഡിപ്പാർട്ട്മെന്റ് ഗവേഷണ വിഭാഗം ആരംഭിക്കുവാൻ തയ്യാറെടുക്കുകയാണ്. ഈ വേളയിലാണ് ഡയമണ്ട് ജൂബിലി ആഘോഷിച്ചത്. മെറിറ്റ് ഡേ, കൊമേഴ്സ് ഈവനിംഗ്, കൊമേഴ്സ് ഫെസ്റ്റ് എന്നിങ്ങനെ വിപുലമായ പരിപാടികളാണ് ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി നടത്തിയത്. മെറിറ്റ് ഡേ ഉദ്ഘാടനം കോളേജ് മാനേജർ മോൺസിഞ്ഞോർ ഡോക്ടർ പയസ് മലേക്കണ്ടത്തിൽ നിർവഹിച്ചു. So this is a small hint that I would like to give to you. When after MCOM course or BCom course, even you go into the actual world of reality, opportunities are lying there. Explore the opportunities. As we people who are being capable with, who are being blessed with trichromate visual abilities, we should identify all types of combinations. Not only 3 colors, the different mixing of colors should also be identified and should be discerned and make use of the opportunities, explore the opportunities and take steps that will take you further towards heights of excellence, heights of your career destination. I wish all the best for the students who are pursuing commerce programs, all the best for the students who are aspiring to take CA or CMA or ACCA. നവീകരിച്ച കൊമേഴ്സ് ബ്ലോക്കിന്റെയും സ്മാർട്ട് ക്ലാസ് റൂമുകളുടെയും കൂദാശ കർമ്മം കോളേജ് ബർസാർ ഫാദർ ബെൻസൺ ആന്റണി നിർവഹിച്ചു. ചടങ്ങിൽ MG യൂണിവേഴ്സിറ്റി MCOM പരീക്ഷയിൽ 1, 4, 9 റാങ്കുകൾ കരസ്ഥമാക്കിയ കാവ്യ സജി, ആര്യ ഉണ്ണി, അഞ്ജന ലാലു, കഴിഞ്ഞ CA പരീക്ഷയിൽ വിജയിച്ച ജിത്തു തങ്കച്ചൻ, ശ്രീലക്ഷ്മി PV, CMA നേടിയ ഫർസാന ജബ്ബാർ, ആൻഡ്രിക്സ് സൈമൺ, ആര്യ സജീവ്, ശ്രുതിമോൾ സന്തോഷ്, കലാകായിക മേഖലകളിൽ സംസ്ഥാന ദേശീയ തലങ്ങളിൽ മികച്ച നേട്ടം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾ എന്നിവരെ ആദരിച്ചു. പ്രിൻസിപ്പൽ ഡോക്ടർ ബിജിമോൾ തോമസ്, ഡിപ്പാർട്ട്മെന്റ് മേധാവി ക്യാപ്റ്റൻ പ്രജീഷ് C. മാത്യു, ഡോക്ടർ ദിവ്യ ജെയിംസ്, മുൻ അധ്യാപകരായ പ്രൊഫസർ ജോജോ ജോസഫ്, പ്രൊഫസർ ജോയി ജോസ്, പ്രൊഫസർ KG ത്രേസ്യാമ, പ്രൊഫസർ KM തോമസ്, പ്രൊഫസർ KP ബെന്നി, ജൂബിലി ബാച്ച് പ്രതിനിധികളായ ബിനോയ് ജോർജ്, പ്രീതി PR എന്നിവർ പ്രസംഗിച്ചു. ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി വിവിധ കലാപരിപാടികളോടെ സംഘടിപ്പിച്ച കൊമേഴ്സ് ഈവനിംഗ് രക്ഷിതാക്കളുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായി. വിവിധ പരിപാടികൾക്ക് ഡോക്ടർ ബോണി ബോസ്, എബി തോമസ്, ജോയൽ ജോർജ്, ബീന ദീപ്തി ലൂയിസ്, അനീറ്റ എബ്രഹാം, കോളേജ് ചെയർമാൻ ജോസ്മോൻ ഷിജോ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. BMSRA ജില്ലാ വാർഷിക ജനറൽ ബോഡി യോഗം തൊടുപുഴ BMS മേഖലാ കാര്യാലയത്തിൽ വെച്ച് നടത്തി. BMSRA സംസ്ഥാന ജനറൽ സെക്രട്ടറി AP അജിത് കുമാർ യോഗം ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് അഭിജിത്ത് മോഹനൻ അധ്യക്ഷത വഹിച്ചു. ഭാരതീയ മെഡിക്കൽ ആൻഡ് സെയിൽസ് റെപ്രസെന്റേറ്റീവ്സ് അസോസിയേഷൻ ജില്ലാ വാർഷിക ജനറൽ ബോഡി യോഗം തൊടുപുഴ BMS മേഖലാ കാര്യാലയത്തിൽ നടന്നു. BMSRA സംസ്ഥാന ജനറൽ സെക്രട്ടറി AP അജിത് കുമാർ യോഗം ഉദ്ഘാടനം ചെയ്തു. സെയിൽസ് പ്രൊമോഷൻ മേഖലയിലെ തൊഴിലാളികളുടെ തൊഴിൽ സംരക്ഷണം സർക്കാർ നിയമനിർമ്മാണത്തിലൂടെ നടപ്പിലാക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. നടക്കുന്ന അക്വസേഷനിലൊന്നും നമ്മുടെ തൊഴിലാളികൾ സംരക്ഷണം കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഒരു 50% കിട്ടുന്നുള്ളൂ എന്നാണ്. അതിനെതിരെയാണ് നമ്മൾ സമരം ചെയ്യേണ്ടത്. കാര്യം ഏതിന്റെ കമ്പനിയുടെ കീഴിൽ ഞങ്ങൾ വർക്ക് ചെയ്യുള്ളൂ എന്നൊന്നും നമ്മൾ ആവശ്യപ്പെടുന്നില്ല. നമുക്ക് ലഭിക്കേണ്ട റൈറ്റ്സ് ആൻഡ് പ്രിവിലേജസ് ഉണ്ട്. ഇന്ന് അത് ഹരിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അതിന് വെട്ടിക്കുറച്ചുകൊണ്ടോ അല്ലെങ്കിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ അവകാശങ്ങൾ വെട്ടിക്കുറച്ചുകൊണ്ട് ഒരു മെർജിങ് അക്വിസിഷനും നമ്മൾ അംഗീകരിക്കില്ല എന്നതാണ് പറയുന്നത്. ഇനിയിപ്പോൾ ഏപ്രിൽ ആവാൻ പോവുകയാണ്. ഇനിയിപ്പോൾ ഇതിന്റെ വാർത്തകൾ വന്നുകൊണ്ടിരിക്കും. ഒരു കമ്പനി ആ കമ്പനി എടുത്ത് ഈ കമ്പനി എടുക്കുമ്പോൾ സംഭവിക്കുന്നതാണ് 50% തൊഴിലാളികൾ അവർ കുറയ്ക്കാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ കിട്ടിക്കൊണ്ടിരുന്ന ആനുകൂല്യങ്ങൾ വെട്ടിക്കുറയ്ക്കാൻ ശ്രമിക്കുന്നു. അപ്പൊ ഇതിനെതിരെ അത് ചെയ്യാതിരിക്കാൻ അല്ലെങ്കിൽ അത് ആ ഒരു ധൈര്യം മാനേജ്മെന്റ് വരാതിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ സംഘടിതരായിരിക്കണം. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് അഭിജിത്ത് മോഹനൻ അധ്യക്ഷത വഹിച്ചു. BMSRA സംസ്ഥാന സെക്രട്ടറി വിശാൽ ചന്ദ്രൻ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഇടുക്കി ജില്ലാ
പ്രഭാരിയുമായ വിനയകുമാർ, BMS ഇടുക്കി ജില്ലാ സെക്രട്ടറി KM സിജു, RSS ജില്ലാ സമ്പർക്ക പ്രമുഖ് G പ്രദീപ്, അസോസിയേഷൻ ഇടുക്കി ജില്ലാ സെക്രട്ടറി അജിത് KR, തൊടുപുഴ മേഖലാ സെക്രട്ടറി നിതിൻ KM, അസോസിയേഷൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി അനിൽകുമാർ BR, ജില്ലാ ട്രഷറർ സജിത് മോഹൻകുമാർ, BMS മേഖലാ സെക്രട്ടറി AP സഞ്ജു എന്നിവർ പ്രസംഗിച്ചു. പുതിയ ഭാരവാഹികളായി അഭിജിത് മോഹൻ, ജില്ലാ പ്രസിഡന്റ് അജിത് KR, സെക്രട്ടറി സജിത് മോഹൻകുമാർ, ട്രഷറർ എന്നിവരെ തിരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൊടുപുഴ അർബൻ കോപ്പറേറ്റീവ് ബാങ്കിനെതിരെ രാഷ്ട്രീയ പ്രേരിതമായി നടക്കുന്ന ആക്ഷേപങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് ചെയർമാൻ VV മത്തായി, വൈസ് ചെയർമാൻ TK ശിവൻ നായർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വെള്ളിയാമറ്റം സെന്റ് ജോസഫ് ദേവാലയത്തിൽ നവതി ആഘോഷങ്ങളോടനുബന്ധിച്ച് വിശുദ്ധ യൗസപിതാവിന്റെ തിരുനാളും ഊട്ടുനേർച്ചയും മാർച്ച് 19 നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയിസ് ജോർജിന്റെ തിരഞ്ഞെടുപ്പ് വിജയത്തിനായി കഞ്ഞിക്കുഴി പഞ്ചായത്ത് LDF മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി. കൺവെൻഷൻ CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം റോമിയോ സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു. വേനൽ കടുത്തതോടെ ഇടുക്കി ജില്ലയിൽ തേനീച്ച കടന്നൽ ആക്രമണങ്ങൾ പതിവാകുന്നു. കഴിഞ്ഞ 2 മാസത്തിനിടയിൽ 34 പേർക്കാണ് തേനീച്ചയുടെ കുത്തേറ്റ് ചികിത്സ തേടേണ്ടി വന്നത്. വാഗമണ്ണിൽ നടക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ എയ്റോ സ്പോർട്സ് അഡ്വഞ്ചർ ഫെസ്റ്റിവലായ അന്താരാഷ്ട്ര പാരാഗ്ലൈഡിംഗ് ഫെസ്റ്റിവൽ നാളെ സമാപിക്കും. കാണികൾക്കും മത്സരാർത്ഥികൾക്കും കാഴ്ചയുടെ വിരുന്നാണ് ഫെസ്റ്റിവലിൽ പങ്കെടുക്കുന്നവർ ഒരുക്കിയിരിക്കുന്നത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.